മൂന്നാം മോദി മന്ത്രിസഭയിൽ JDU-വിൽ നിന്ന് ലാലൻ സിംഗ് ക്യാബിനറ്റ് മന്ത്രിയാകും. രാംനാഥ് ഠാക്കൂർ കേന്ദ്ര സഹമന്ത്രിയുമാകും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നായിരുന്നു വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, 1 മുതൽ 3 സീറ്റുകൾ മന്ത്രിസ്ഥാനം വരെ ലഭിക്കുമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്ന ധാരണ. ഏതൊക്കെ വകുപ്പുകളാണ് എന്നതിൽ ഒരു കൃത്യത വരുന്നുണ്ടോ? ഈ വകുപ്പുകളുടെ കാര്യം സംബന്ധിച്ച് ഇതുവരെയും JDU-വിന് ഏതെങ്കിലും ഉറപ്പ് നൽകിയതായിട്ട് BJP കേന്ദ്രങ്ങൾ പറയുന്നില്ല. പക്ഷേ ലല്ലൻ സിംഗിനെ പോലെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വകുപ്പ് നൽകും എന്ന് BJP വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റെയിൽവേയുടെ കാര്യത്തിൽ JDU നേരത്തെ അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പ്രാദേശികമായിട്ട് ആ വിധത്തിൽ റെയിൽവേ JDU-വിന് പ്രാദേശിക താല്പര്യങ്ങളുള്ള പാർട്ടിക്ക് നൽകിയാൽ അത് മന്ത്രിസഭയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് അതിന് തയ്യാറല്ല എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. അനുബന്ധമായിട്ട് മറ്റേതെങ്കിലും വകുപ്പ്, കൃഷി വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് അടക്കമുള്ള വകുപ്പുകളും പരിഗണിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നൽകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭവനായിരിക്കും ഈ വകുപ്പുകൾ വിജ്ഞാപനം ചെയ്യുക. ഇക്കാര്യത്തിൽ ഒരു ധാരണ ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ JDU നേതാവ് നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടല്ലോ. വാഗ്ദാനം നിതീഷ് കുമാർ നിരസിച്ചെന്നും JDU വക്താവ് KC ത്യാഗി പറഞ്ഞു. ഇതിനോട് ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ KC ത്യാഗി പറയുന്നത് ഇന്ത്യ മുന്നണി നൽകിയ വലിയ വാഗ്ദാനങ്ങൾ കൈവിട്ടിട്ടാണ് NDA-ക്കൊപ്പം തങ്ങളുടെ പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് നിതീഷ് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ വില കുറച്ച് കാട്ടുന്ന പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലം അത് മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവർ അത്തരത്തിലുള്ള ഇന്ത്യ മുന്നണി നൽകിയ ഉറപ്പ് എന്ന വിധത്തിൽ അല്ലെങ്കിൽ വാഗ്ദാനം എന്ന വിധത്തിൽ ആ ചർച്ചയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിനനുബന്ധമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു മറുപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ശരി, തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തന്നെ മമതാ ബാനർജിയും ശരത് പവാറും ഒക്കെ JDU അധ്യക്ഷനായ നിതീഷ് കുമാറിനെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി പദമാണ് ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്തതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ JDU നടത്തുന്നത്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.